എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പെണ്ണെന്റെ മൂത്ത് നോക്കി അപമാനിക്കണം. അറിയോ? അയ്യോ, ആരെങ്കിലും കാണും. ചെരവയായിരുന്നോ? അത് വിടുങ്കോ. சின்ன சைஸ் குழந்தை மாதிரி பெரிய உடம்பெல்லாம் வச்சு காயத்ரி மேத அப்படித்தா അതൊക്കെ പോട്ടെ. ഇത് പെരിയ വിഷയമാ. ഞാനുണ്ടല്ല എന്റെ ശരിക്കും സ്വഭാവത്തിന് എന്തുകൊണ്ട് വിട്ടുപോകേണ്ടതാ. അപ്പപ്പാ പോകാതപ്പാ. ഇത് ടീന. ടീന. അത് വർഷ. ഹലോ വർഷ. ഇത് ആകാശ. ആകാംക്ഷ. ഓ ഓക്കേ. പിന്നെ ഇവനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? അറിയാം. നിങ്ങളുടെ അടിപിടിയാണല്ലോ എന്ന് ഞങ്ങളുടെ ചർച്ചാ വിഷയം. അതൊക്കെയാണല്ലേ. സ്നേഹമുള്ളടുത്ത വഴക്കുള്ളൂ അല്ലേടാ എന്നാണ് വെപ്പ്. ഓക്കെ, എന്താ കുടിക്കാൻ വേണ്ട? കോഫി. കോഫി 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 എല്ലാവർക്കും കോഫി, എനിക്കൊരു ജ്യൂസ്. അല്ലെങ്കിൽ വേണ്ട, എല്ലാവർക്കും കോഫി. ഈ കോഫി മാത്രം പറഞ്ഞാൽ നമുക്ക് എന്താണ്? നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും പറയാം. അല്ലെങ്കിൽ ടീന വല്ല ചിക്കൻ ബർഗറോ സാൻഡ്വിച്ച് എന്താ പറയേണ്ടത്? എനിക്കൊന്നും വേണ്ട. ചിക്കൻ ലോലിപോപ്പോ, ചിക്കൻ ബിരിയാണി, എഗ് സാൻഡ്വിച്ച്, ഫിംഗർ ചിപ്സ് ഒന്നും വേണ്ട. ഞങ്ങളിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാ. അല്ല, നിങ്ങൾക്ക് കോഫി മതിയെങ്കിൽ ചേട്ടാ എന്താ വേണ്ടേ? നമുക്ക് 5 കാപ്പി, വേറെ ഒന്നും വേണ്ട. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. നമ്മളാ? ഓർമ്മയില്ലേ? എവിടെ വെച്ച്? പാർലറിൽ മുടി മുറിക്കാൻ വന്നപ്പോ. അത് ശരിയാണ്ട്ടാ, നല്ല മുടിയാണല്ലോ. ഈ മുടിയിൽ എന്തെങ്കിലും ചെയ്യണ്ട, എണ്ണൊന്നുമില്ല, വേറെ എന്തൊക്കെയോ പരിപാടികള് ചെയ്യും. ഇതന്നും പറഞ്ഞിരുന്നു. ഞാൻ ഓർക്കണല്ലോ. ഓർക്കണില്ലേ? നമ്മൾ ഫേസ്ബുക്ക് ഫ്രണ്ട്സാ. നമ്മള് ഫേസ്ബുക്കിൽ ഫ്രണ്ട്സാ? അതെങ്ങനെ സംഭവിച്ചു? എനിക്ക് റിക്വസ്റ്റ് വന്നിരുന്നു, ഓർക്കണില്ലേ? എന്നിട്ട് എന്റെ വാട്സപ്പ് നമ്പർ ചോദിച്ചത് മെസ്സഞ്ചറിൽ ഐ മിസ് യു ഡാർലിംഗ് അയച്ചിരുന്നു. എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ലടാ. എന്റെ ക്ഷമ നീ ഒന്ന് പറയണൊന്ന്. എവിടെ നിർത്തണ്ടേ? നിർത്താണ്ട് പോയേ. എന്റെ ക്ഷമ നീ പറയണൊന്ന് കേക്ക്. എനിക്ക് നിന്നെ നേരിട്ടൊന്നും അറിയണായിരുന്നു നീ ആരാന്ന്. അതിന് വേണ്ടിട്ടാടാ നിന്നോട് ഞാൻ കോഫി ഷോപ്പിലേക്ക് വരാൻ പറഞ്ഞേ. നീ എന്താടാ വിചാരിച്ചേ? എന്റെ ഫ്രണ്ട്സിന് നിനക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ വേണ്ടിട്ടാണെന്നോ? നിന്നോട് ഞാൻ അന്ന് ചോദിച്ചപ്പോ നീ എന്താ പറഞ്ഞേ? നിനക്കറിയില്ലാന്ന്. ഇപ്പോഴോ? നിനക്ക് ഇപ്പൊ ആകാംക്ഷ അറിയാലേ? നാണമില്ലട കണ്ണി കണ്ട പെമ്പിള്ളേർക്ക് ലൈക്ക് അടിക്കാനും അവരുടെ മുടി കൊള്ളാന്ന് പറയാനും. എന്റെ ക്ഷമ, ഈ ഫേസ്ബുക്കിൽ എത്ര ആകാംക്ഷ ഉണ്ടെന്നുള്ള കാര്യം നിനക്ക് അറിയൂ? അത് ആദ്യം ഒന്ന് മനസ്സിലാക്ക്. നീ ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. എനിക്ക് നിന്നോട് എവിടെ? ഞാൻ ഇവിടെ ഓട്ടോക്കാരനോട് പറഞ്ഞതാടാ. അല്ല, അപ്പൊ നീ പോയാ വരണ്ടേ? ഇനി എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനുമില്ല, എനിക്ക് നിന്നോടൊന്നും പറയാനുമില്ല. അല്ല, ഞാൻ എന്താ പറന്ന് കളിക്കണം. എന്താ മനസ്സിലായോ? ഇല്ല. താൻ മോളിൽ ഉണക്കാട്ടിരുന്നല്ലേ അത്? ഇതെങ്ങനെ ഇവിടെ വന്ന്? കുട്ടികൾ പട്ടം പറപ്പിക്കുന്നതാ, പുതിയ തുണിപ്പട്ടം. ഓടിച്ചെന്നത് വാങ്ങിക്കേ, അല്ലെങ്കിൽ പ്രശ്നമാവും. കൊണ്ട് ഞാൻ ഇത് വെച്ചാണോടാ കളിക്കണേ? എന്റെ ലെങ്കൂട്ടി കിട്ടിയുള്ളൂ ഇതൊക്കെ പട്ടം പറത്താൻ. ഇങ്ങ് തന്നെ നിന്റെ പച്ച. നിങ്ങൾ പോയി കംപ്ലൈന്റ് ചെയ്യും. എന്റെ ലെങ്കൂട്ടിയല്ലേ? നിങ്ങൾ പോയി കംപ്ലൈന്റ് ചെയ്യും, എനിക്കെന്താ? ചോപ്പവിടെ പോയി. ഹായ്. എന്താ? എന്റെ ഒരു അടിവസ്ത്രം. അടിവസ്ത്രോ? സാറിന്റെ ഫ്ലാറ്റിന്റെ എവിടെ? അവിടെ ചോപ്പ്. അത് പട്ടുമല്ലേ? അല്ല, അതെന്റെ അടിവസ്ത്ര. ലെങ്കോട്ടി. ലെങ്കോട്ടിയോ? അതെന്ത് സാധനം? ജട്ടി, ഓൾഡ് മോഡൽ. എടുത്തോട്ടെ? എടുത്തോ. മര്യാദക്ക് ഞാനത് ബാൽക്കണിയിലിട്ട് ഉണക്കിക്കൊണ്ടിരുന്ന. അപ്പൊ അവർക്ക് നാണക്കേട്. ഇപ്പൊ എന്തായി? ലോകം മുഴുവൻ അറിഞ്ഞു.
വേറെസ് ഗായത്രി ഒന്ന് വിളിക്കൂ. എന്തു പറ്റി? ഗായത്രിയുടെ ഹസ്ബൻഡ് എന്റെ മോന്റെ ചെവി നുള്ളി പൊട്ടിച്ചു. ഇത് കണ്ടോ? ഞങ്ങള് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യണോ? ഗായത്രി, തല്ലാനും കൊല്ലാനൊക്കെ അയാൾ ആരാ? കുട്ടികളുടെ ഉണ്ടായിസം ഇതിനും അയാൾ ഇവിടുത്തെ സെക്യൂരിറ്റി തല്ലി. ഗായത്രി, നിങ്ങളുടെ ഹസ്ബൻഡ് എന്റെ മോന്റെ ചെവി തിരിച്ചു പൊട്ടിച്ചു. ദേ നോക്കി. ബാബു, അയാള് ഞങ്ങള് പട്ടം പറത്തി കളിച്ചപ്പോ എന്റെ ചെവിക്ക് പിടിച്ചു തിരിച്ചു. കൊച്ചുകുട്ടികളുടെ അടുത്താണോ നിങ്ങളുടെ ഈ പരാക്രമം? അത് സോൾവ് ചെയ്യ. സോറി പറ. ചെല്ല്. തന്റെ അണ്ടർഗാർമെന്റ്സ് കുട്ടികളാണെന്ന് പോലെ എക്സ്പോസ് ചെയ്ത് അത് സൂക്ഷിച്ചു വെക്കണം. ഞാൻ മോളിലാണ് ഉണക്കാനിട്ടത്. കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവരത് പട്ടമാണെന്ന് വിചാരിച്ചു. ഈ സാധനം ഒന്നും മുകളിലല്ല ഉണക്കാനിടേണ്ടത്. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, ഇനി ഉണ്ടാവില്ല, മാപ്പ്. പോത്ത് പോലെ വളർന്നല്ലോ, നാണമല്ലേ കുട്ടികളോട് മാപ്പ് പറയാൻ? ഇനി ഇത് ആവർത്തിച്ച പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. അതെ, കേട്ടോ ഗായത്രി? വാ പോവാം. ഇത്ര സംസ്കാരമില്ലാത്ത ആളെയാണ് ഗായത്രിക്ക് കിട്ടിയത്. അതെ, രണ്ടെണ്ണം കിട്ടാത്തതിന്റെ കുഴപ്പമാണ്. ആൻ, ഇതിവിടെ ശരിയാവില്ല. ഇത്രയും വേണ്ടായിരുന്നു. അവര് പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ? പോത്ത് പോലെ വളർന്നില്ലേ? കുറച്ച് ഇങ്ങനെയാണെങ്കിൽ ബുദ്ധിമുട്ടാ. ഹലോ, ഞാൻ രോഹിതാണ്. ആ എന്താണ്? നമുക്കേ ഈ 15th ഒരു ഷോ ഉണ്ട്. 15-ാം തീയതിയോ? അതെ, ഇവിടെ കൊച്ചി തന്നെയാ. എന്ത് ഷോ? അതെ, ഒരു ഓൾ ഇന്ത്യ ബേസുള്ള കമ്പനിയുടെ ലോഞ്ചിങ് ആ. ഓക്കെ. അതെ, നമുക്കൊരു 25K ചെയ്യാൻ പറ്റില്ലേ? ഏയ് 25 ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് ഭയങ്കര കുറവാ. സോറി. എത്ര നാൾ നിനക്ക് നിന്ന് മാറി നടക്കാൻ പറ്റും? നീ എൻ്റെ ഇൻസ്റ്റാഗ്രാം ബ്ലോക്ക് ചെയ്തു, വാട്സപ്പ് ബ്ലോക്ക് ചെയ്തു, നമ്പർ ബ്ലോക്ക് ചെയ്തു. ഞാൻ നിന്നെ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയില്ലേ? പിന്നെ ഇതുകൂടി കേട്ടിട്ട് പോകും, നിന്റെ പുതിയ കല്യാണക്കാരിയൊക്കെ അറിഞ്ഞു. ആയിക്കോ, പക്ഷേ നിന്നെ എനിക്ക് നാളെ ഒന്ന് കാണണം, എൻ്റെ ഫ്ലാറ്റിൽ വെച്ച്. താങ്ക് യു. One more for me. ഓക്കെ മാം, ബില്ലെടുക്കട്ടെ? One more പറഞ്ഞില്ലേ? ഓക്കെ. മതിയാനേ, വണ്ടി ഓടിക്കാനുള്ളതല്ലേ? വണ്ടിയൊക്കെ ഞാൻ ഓടിക്കും. നീ എന്നിട്ട് റോഷനെ കാണാൻ പോയി? അവസാനമായിട്ട് എനിക്കൊന്നും അവനെ കാണണമായിരുന്നു. എൻ്റെ ഫോട്ടോസ് ഏതൊക്കെയാണ് അവൻ്റെ കയ്യിലുള്ളതെന്ന് എനിക്കറിയാൻ. ഹായ് ബേബി. ഓ, നീ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലേ. വരൂ, അതേക്ക് വരൂ. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. കമ്മിൻ. വാ, കുടിക്കാൻ എന്താ വേണ്ടേ? കോഫിയോ ടീ? വേണ്ട, ഞാൻ വന്നത് എൻ്റെ ഏതൊക്കെ ഫോട്ടോസാണ് റോഷൻ്റെ കയ്യിലുള്ളതെന്ന് അറിയാൻ വേണ്ടിയാ. മാളു, നിനക്ക് എങ്ങനെ എന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റുന്ന മാളു? നമ്മൾ അത്രയ്ക്കും പരസ്പരം സ്നേഹിച്ചല്ലേ. ഞാൻ ശ്രമിച്ചു നോക്കി, പറ്റുന്നില്ലടാ. ഞാൻ കുറച്ചുകൂടെ മാറിയിരുന്നു, ഒരു 2 months. പക്ഷെ എനിക്ക് പറ്റുന്നില്ലടാ. വരിക്കും. നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞതാ. ഞാൻ വിട്ടുപോകാൻ കാരണം എന്താണെന്ന് റോഷന് നന്നായിട്ട് അറിയാലോ. നമുക്ക് എന്തുകൊണ്ട് ഒന്നുകൂടി റീതിങ്ക് ചെയ്തുകൂടാ? ഭാര്യയുള്ള ഒരാളെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായില്ല. മഞ്ജുവിനെയും റോഷൻ വളരെ കാലം പ്രേമിച്ചെന്നല്ലേ വിവാഹം കഴിച്ചത്. പക്ഷേ വിവാഹശേഷമുള്ള എൻ്റെ ലൈഫ് ഞാൻ മാളിനോട് പറഞ്ഞിട്ടുള്ളതല്ലേ. അവൾ എന്നെ അത്രയധികം ടോർച്ചർ ചെയ്തിട്ടുണ്ട് മാളു, അതുകൊണ്ടാ. അത് നിങ്ങളുടെ വിധി, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ നിങ്ങൾ അന്ധമായി സ്നേഹിച്ചു. വിവാഹം കഴിക്കാൻ എൻ്റെ വീട്ടുകാരോട് വരെ സംസാരിച്ചു. അപ്പോഴൊന്നും ഈ മഞ്ജുവിനെ കുറിച്ച് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അതെനിക്കൊരു തെറ്റ് പറ്റിയതാ, സോറി. നീ എന്തിനാ എൻ്റെ ഫോട്ടോയുടെ കാര്യം പറഞ്ഞ്? അത് വെച്ച് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനാണോ? ഞാനിനി മറ്റൊരാളെ വിവാഹം കഴിക്കാതിരിക്കാൻ? അയ്യോ അല്ല. ഓ, മഞ്ജു. ഹായ് ബേബി. നീ എവിടെയുള്ള? നമ്മുടെ ഫ്ലാറ്റില്. മാള് നിന്റെ അടുത്തുണ്ടോ? ഇല്ല. എന്തി? എന്നോട് പറയണ്ട, ഞാൻ വന്നോണ്ടിരിക്കുക ഫ്ലാറ്റിലേക്ക്. ഹലോ മഞ്ജു, എന്താ നീ പറയുന്നത്? ഹേയ് ബേബി, മഞ്ജു ഇവിടെ വരുന്നുണ്ട്. വാ 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 വാ. നീ ഇവിടെ ഉള്ള കാര്യം അവളോട് ആരോ പറഞ്ഞിട്ടുണ്ട്. പൊയ്ക്കോ. ലിഫ്റ്റ് യൂസ് ചെയ്യണ്ട, സ്റ്റെയർ കേസ് ഇറങ്ങി പോയാൽ മതി. ഓക്കെ. സോറി ബേബി, സ്റ്റെയർ കേസ് ഇറങ്ങി പൊയ്ക്കോ. എൻ്റെ ദൈവമേ.
അത്രയ്ക്ക് പേടിത്തൊണ്ടനാണ് ഈ റോഷൻ. അവരോട് പോവാൻ പറ. മതിയാനെ, എന്തൊരു കുടിയാ നീ കുടിക്കണേ. ബില്ലെടുത്തോളൂ. 1 more plus the bill. അതെ, സത്യത്തിൽ നിന്റെ വല്ല തുണ്ട് ഫോട്ടോസ് അവന്റെ ഉണ്ടോ? ഓർമ്മയില്ല ആൻ. ഓർമ്മയില്ല? എനിക്ക് എത്ര ആലോചിച്ചിട്ട് പിടി കിട്ടുന്നില്ല. നീയായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ മറ്റൊരു പെണ്ണിന്റെ ജീവിതം കൂടെ ഫോട്ടോ കെണിയിൽപ്പെട്ട് നായ നക്കാൻ പോകുന്നു. ഫോട്ടോസ് വെച്ച് അവനൊരു ചുക്കും ചെയ്യില്ല. അതിനല്ല ഇവിടെ പോലീസും സൈബർ സെല്ലൊക്കെ ഉള്ളത്. അങ്ങനെ എന്തെങ്കിലും ഫോട്ടോസ് എന്റെ മമ്മിയും ചേട്ടനും കാണാനിടയായ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഓ, തുടങ്ങി. ഇവിടെ മറ്റവളെ ആദ്യം ആ ഫോട്ടോസിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് മതി അവളുടെ അവസാനിപ്പിക്കല്. സെയിം റിപ്പീറ്റ്. ക്ഷമ. യെസ് ഡിയർ. ബാബുചേട്ടൻ ഇതുവരെ വന്നിട്ടില്ലയോ? രാവിലെ നിങ്ങൾ വഴക്ക് പറഞ്ഞപ്പോ പോയതാണേ. വിളിച്ചു നോക്കി, ഔട്ട് ഓഫ് റേഞ്ച്. ഞാൻ നോട്ടെ. ഓക്കെ. എന്താ? കുക്ക് ബാബു മിസ്സിംഗ്. ആശം ഫോൺ എടുക്കണില്ലല്ലോ. നീ നേരോക്കി വണ്ടി ഓടിച്ചേ. ഇങ്ങത്തോ, വീട്ടിലെത്തിട്ട് സംസാരിക്കാം. ഈ നാട്ടിലുള്ള സകല ഉടായ്പം പഠിച്ചിട്ട് നിനക്കൊന്ന് ഡ്രൈവിംഗ് പഠിച്ചുകൂടായിരുന്നു. മനുഷ്യൻ സ്വസ്ഥമായിട്ട് രണ്ടെണ്ണം അടിക്കായിരുന്നു. എന്ത് ചെയ്യാനാ, എനിക്ക് പേടിയാ. ഇതാരത്? പുതിയ നമ്പറാണല്ലോ. ആശാനാണോ? അറിയില്ല. എടുക്ക്. പുതിയ നമ്പറാ. കുഴപ്പമില്ല, എടുക്ക്. ഹലോ. നീ എന്നെ ചതിച്ചൂലേ? നീ മഞ്ജുവിനെ വിളിച്ച് പറഞ്ഞിട്ടാണല്ലേ ഫ്ലാറ്റിൽ വന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല. നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാടി. അവളോടെ മരിക്കാൻ നിൽക്കുക. നിന്നെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല. എടി, നിന്നെ ഞാൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കും. എന്താ? ആരാ? റോഷനാ. അവനെന്നെ പെട്രോൾ വെച്ച് കത്തിക്കൂന്ന്. അവനോട് പോവാൻ പറ. പെട്രോൾ. ബാബു ഏട്ടനാണല്ലോ. എടുക്ക്. ഹലോ. ഒന്നും മിണ്ടല്ലോ. ഹലോ മിസ്റ്റർ പെരേര. ആശാനെ. വേഗം വണ്ടിയെടുത്ത് പോ. ഒന്ന് പോ. ആൾക്കാർ കാണാനും അല്ലെങ്കിൽ കുടിച്ചിട്ടുണ്ട്. ആളുകൾ അറിഞ്ഞ ദൈവമേ പ്രശ്നം. അവര് പിന്നിൽ. അവര് Just go. എവിടെ വന്നേ? കണ്ടോ? ഈ കളമശ്ശേരി പോലീസ് സ്റ്റേഷനോട് തൊട്ടടുത്താ. നീ പോയേ വേഗം. ഞാൻ കണ്ടേയില്ല. ഒന്നും കാര്യമായിട്ട് പറ്റിക്കാണല്ലോ അല്ലേ? എനിക്കൊന്നും അറിയില്ല. ഞാൻ ഒന്നും കണ്ടില്ല. അവിടെ എവിടെ വന്ന് ചാടിയത് കണ്ടില്ല. നീ ഫുൾ ഫിറ്റ് ആയിരുന്നില്ലേ? ആനെ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വെള്ളടിച്ച് വണ്ടി ഓടിക്കരുതെന്ന്. കിഴുക്ക് വെച്ചെന്നുണ്ടല്ലോ. ഇനി കുടിക്കില്ല. ഏതോ ലാൻഡ് നമ്പറാണ്. ഇത് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എസ് ചെയ്യാം. ആനല്ലേ? എന്താ പ്രശ്നമായി? കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ. അവർക്ക് എങ്ങനെ നമ്പർ കിട്ടിയേ? കാർ ഇവളുടെ പേരിലല്ലേ, പിന്നെ കിട്ടാൻ എന്താ പ്രയാസം? എന്തൊരു കഷ്ടം നോക്കണേ. ആന നീ വേഗം പോയി പോലീസ് സ്റ്റേഷനിൽ ഹാജരായിക്കോ. അല്ലെങ്കിൽ അവരെല്ലാരും കൂടെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് കഴിഞ്ഞാൽ ആകെ പ്രശ്നവും. ഫ്ലാറ്റിലറിഞ്ഞ ആകെ നാണക്കടാവും. ഞാൻ പൊക്കോളാം. നിങ്ങൾ എനിക്ക് കൂടെ വരും. ഞാൻ വരാം. വേണ്ട വേണ്ട വേണ്ട. മാള് വണ്ടിയിലുണ്ടായിരുന്നല്ലേ? ഞാൻ പൊക്കോളാം. ആനെ നീ വേഗം മൗത്ത് വാഷ് എടുത്തിട്ട് വായ കഴിക്കോ. 2 ഏലക്കായ എടുത്ത് വായിലിട്ടോട്ടാ. ഞാൻ യൂബർ ബുക്ക് ചെയ്യട്ടെ? ബുക്ക് ചെയ്തോ. ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് മാറിയിട്ട് ഒരു അഡ്വക്കേറ്റിനെ ഞാൻ വിളിക്കട്ടെ. ജിമ്മിലുള്ള ഒരു അഡ്വക്കേറ്റ് എനിക്ക് പരിചയമുണ്ട്. വിളിച്ചോ. ഞാനൊരു അഡ്വക്കേറ്റിന്റെ നമ്പർ ഇതിൽ നോക്കുമായിരുന്നു. എനിക്ക് ലൈസൻസ് എവിടെയാണെന്ന് ഓർമ്മയില്ല. ബെസ്റ്റ്. ആ നാശം പിടിച്ച് ബാബു പോയപ്പോ സന്തോഷോണ്ടിരുന്ന അതിനിടയ്ക്ക് അവളുടെ ഇന്നൊരു നഷ്ട ദിവസം തന്നെയായിരുന്നു. കാലത്ത് മുതൽ പ്രശ്നങ്ങളാ. പോലീസ് 4-5 പേരുണ്ട്. ആരാണ് ഈ ആൻമേരി ചെറിയാൻ? ഞാനാണ് സർ. നിങ്ങളുടെയാണോ KL70 1485 കാറ്? ഇങ്ങോട്ട് കയറിക്കടാ. വാടാ. ഇവനെ അറിയോ നിങ്ങൾ? ഇവിടെയാണ് താമസം എന്നാ പറഞ്ഞേ. അറിഞ്ഞില്ലേ? ഇവൻ നിങ്ങളുടെ കാറിന്ന് സീപോർട്ട് എയർപോർട്ട് റോഡിൽ 2 ബൈക്ക് യാത്രക്കാരെ ഇടിച്ചിട്ട് നിർത്താതെ കടന്നു കളഞ്ഞു. അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. ഒരാളുടെ കൈ ഒടിഞ്ഞിട്ടുണ്ട്. ഇവന് ഇപ്പോഴാണ് സ്റ്റേഷനിൽ ഹാജരായത്. ഇയാള് നിങ്ങളുടെ ഡ്രൈവറല്ലേ? ഈ കാർ ഓടിച്ചതും ഇയാൾ തന്നെയല്ലേ? അതെ സർ.
രാവിലെ സ്റ്റേഷനിലൊന്നും ജാമ്യത്തിലെടുത്തോ. ഇപ്പൊ ഞങ്ങൾ കൊണ്ടുപോവാ. പിന്നെ 2 ജാമ്യക്കാരായിട്ട് വരണം. ആ ഇവൻ പറഞ്ഞു വണ്ടിയുടെ കീ ഇവിടെ ഉണ്ടെന്ന്. ആ പിന്നെ രാവിലെ വരുമ്പോൾ വണ്ടിയുടെ ബുക്കും പേപ്പറും ഇൻഷുറൻസും എടുത്തോണം. നടക്ക്. ആ രവി, ഞാൻ കാറ് സ്റ്റേഷനിലേക്ക്. ഷോട്ട്. ആ മുടി നീട്ടി താടി വെച്ചവൻ ആ ജോസ് പ്രകാശിന്റെ കോലം കൊണ്ട് വെക്കണമല്ലേ? ഡബിൾ ഓക്കെ. എനിക്ക് എന്താണെന്ന് അറിഞ്ഞോളാം. പോലീസ് സ്റ്റേഷനിൽ കിടന്ന് വന്നില്ലേ, അതിനുശേഷം ഭയങ്കര ധൈര്യം. അന്നാ ചെല്ല്, ഞാൻ ഇവിടെ ഉണ്ടോ? ഞാൻ ഒറ്റയ്ക്കാ. പിന്നല്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോകാനോ? എന്റെ ഹനുമാൻ സ്വാമി. ഹലോ, ആ നീ ഒന്ന് വേഗം വാടാ. ആ ഞങ്ങളുടെ പൂൾ ടേബിളുണ്ട്, നീ വേഗം വാ. എന്താടാ പന്നി? നോക്കി പേടിപ്പിക്കണം. അടുത്ത് വന്നാലേ പൊടിച്ചു കളയും ഞാൻ. നിന്റെ ദാ കിടക്കുന്ന ഫോണിലല്ലേ പെണ്ണുങ്ങളുടെ തുണിയില്ലാത്ത ഫോട്ടോ ഒക്കെ ഉള്ളത്? നിനക്ക് നാണാവില്ലടാ പെണ്ണുങ്ങളുടെ തുണിയില്ലാത്ത ഫോട്ടോ ഒക്കെ എടുക്കാൻ? നീ അത് വെച്ച് ആ കുട്ടി അത് ഭീഷണിപ്പെടുത്തണ്ട കേട്ടാ. ആ കുട്ടിക്ക് ചോദിക്കാനും പറയാനും ആരില്ലാന്ന് വിചാരിച്ചാ നീ കൊന്നുകളയും ഞാൻ. നിനക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടാടാ? നിനക്കോ? എന്റെ ശരിക്കും അറിയാൻ പാടില്ല ചേട്ടാ കേട്ടാ. ഇനി നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ എറണാകുളം മാർക്കറ്റിൽ ഒരു ബാബുവിന്റെ പേര് ചോദിച്ചാൽ മതി. അപ്പൊ നീ ഞെട്ടും കേട്ടാ. മനോജപം മഹൃതതുല്യവേഗം ജിതേന്ദ്രിയം മധ്യമധാരിഷ്ടം അവന്മാര് പറയുണ്ടെന്ന് തോന്നട്ടാ. അതെ, നമുക്ക് ഓടിയാലോ? ഓടല്ലേ, ഇതുവരെ എല്ലാം ഓക്കെയാണ്. നാണം കിടത്തല്ലേ, പതുക്കെ നടന്നു പോവാം. അവന്മാര് വന്നാൽ ഞാൻ ഓടൂട്ടാ. ഇല്ല, വന്നില്ല. ആശാനെ ഓടല്ലേ, ഇതാണോ പോലീസ് സ്റ്റേഷനിൽ കിട്ടിയ ധൈര്യം? ആശാനെ മനുഷ്യ കംപ്ലീറ്റ് ജിമ്മന്മാര് അവര് ഇടിച്ച് തകർത്ത് കളഞ്ഞാലേ വണ്ടിയുടെ. അവിടെ എന്തൊരു ഷോ ആയിരുന്നു. മായ മൂപ്പനെ കാണുമ്പോ ഞെട്ടൂട്ടോ. ഇറങ്ങി ഇറങ്ങി അപ്പോ വാ. അവനിപ്പോ ഇവിടെ ഇല്ല, കുറച്ചു ദിവസം പോയിട്ട്. വാ മായ. മായേ ഇങ്ങോട്ടൊന്ന് വന്നേ. ഇതാരാ കൊണ്ടുവന്നിരിക്കുന്ന നോക്കിയേ. ആഹാ, മൂപ്പ നല്ല ആളാ. അടുത്ത മാസം വരാന്ന് പറഞ്ഞു പോയിട്ട് 3 മാസം കഴിഞ്ഞാ വരുന്ന. വരാൻ പറ്റിയില്ല, കുടിയിലേക്കുള്ള കറണ്ടിന്റെ പണിയൊക്കെ നടക്കുകയായിരുന്നു. സിനിമയൊക്കെ കാണാലോ. അതെ. അല്ല, ഈ സഞ്ചിയിലെന്താ? കുറച്ച് പച്ചമരുന്നാണ്, കയ്യുണ്ടിയും കടലാടിയും. അപ്പൊ വരവ് മുതലായിട്ടോ. കഴിഞ്ഞ പ്രാവശ്യം തന്നതൊക്കെ തീർന്നോ? ഇല്ല മൂപ്പ, അതുണ്ട്. വാ, അകത്തേക്ക് വാ. വാ, ഫുഡ് റെഡി ആണെങ്കിൽ എടുത്തോട്ടോ. അയ്യോ, 1.5 മണിക്കൂർ. അപ്പൊ എണ്ണെന്ന് വന്നിട്ടില്ലെന്ന്. മൂപ്പാ ഇവിടെ വന്നേ. അതെ, യാത്ര ചെയ്തതിന്റെ ക്ഷീണമുള്ളതല്ലേ, ഒരെണ്ണം അടിച്ചാലോ? ട്രൈ ചെയ്യണ്ടോ? ഓറിനാണല്ലേ ഇവിടെ കുക്കിങ്ങൊക്കെ മായ. മറ്റവൻ കുറച്ചു ദിവസമായിട്ട് ഇടഞ്ഞു നിൽക്കുകയായിരുന്നു. ഒരു ദിവസം കാലത്ത് നോക്കിയപ്പോ അവരുമില്ല, അവന്റെ ഹനുമാൻ സ്വാമിയില്ല. വരും, കറങ്ങി തിരിഞ്ഞു വരും, അല്ലാണ്ട് ഇവിടെ പോകാൻ. മനു മീനാക്ഷിക്ക് വിളിക്കാറുണ്ടോ? കഴിഞ്ഞ മാസം വന്നിട്ടൊരു 3-4 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. നമുക്കൊരു കൊച്ചു കാളിദാസനൊക്കെ വേണ്ടേ? അതിനുള്ള പ്രയത്നത്തിലാണ് മൂപ്പ. മതി 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 മതി. വേണ്ട വേണ്ട മതി. ചെമ്മീനും കിട്ടും. കഴിച്ചോ. ഇതെന്താണ് സ്പെഷ്യല്? അത് കടച്ചക്കയും ചെമ്മീനോ? ആ മീൻകാരൻ വന്നപ്പോ കൊണ്ടുവന്ന് തന്നതാ.
എങ്ങനെയുണ്ട്? ആ പൊളിച്ചു. ആ അത് മതി. ബാബു ഉണ്ടാക്കുന്നത് നോക്കി പഠിച്ചതാ. പറഞ്ഞൊന്നും തരാറില്ലല്ലോ. എങ്ങനെയുണ്ട്? അവനുണ്ടാക്കിയത്ര നന്നായിട്ടില്ലെങ്കിലും സംഭവം അടിപൊളി. ഞാനീ പറഞ്ഞ അവൻ കേട്ടാണ്ടല്ലോ ഇവിടെ കെട്ടി തൂച്ചോ. അന്ന് ഇവിടെ ഉണ്ടാക്കിയ പിടിയും കൊഴിയും നന്നായെന്ന് പറഞ്ഞതാ ഞാൻ ചെയ്ത തെറ്റ്. അതെ, ഈ ബാബുവിന്റെ കാര്യത്തെ പറ്റി ഒരു വിവരവും ഇല്ലല്ലോ. 2 ആഴ്ചയായില്ലേ? പോലീസിൽ അറിയിക്കണോ? നിനക്കെന്താ പണിയെടുത്ത് മടുത്തോ? അതൊന്നുമല്ല. ആളുണ്ടായിരുന്നപ്പോ ഒരു ധൈര്യമാണ്. ഇപ്പൊ ഒറ്റയ്ക്കായപ്പോ ഒരു പേടി. അവനെവിടെയെങ്കിലും കല്യാണം കഴിച്ച് ജീവിക്കുന്നുണ്ടോ? ഉവ്വ്. നേരത്തെ പുതിയ നമ്പറാ? ആരാധു? ആ ഹലോ ഹലോ. ആരാടാ? ഒരു പിടിയില്ല. ആരാണ്? ഈയിടെയായിട്ട് കുറച്ച് മിസ്ഡ് കോൾസ് വരുന്നുണ്ട്. അതെ, തിരിച്ചു വിളിക്കട്ടെ? ഏയ് വേറെ പണിയൊന്നുമില്ല. തിരിച്ചു വിളിക്കുമ്പോ പരിചയമില്ലാത്ത ആളുകളെ എടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോ ഏതൊരു ബംഗാളിയെ എടുത്ത്. എനിക്കിപ്പോ എന്റെ ഫോൺ എവിടെയാന്നും അറിയില്ല, ആരും വിളിക്കാറുമില്ല. അതെ ശരിയാ. ഈ പ്രേമിച്ച് നടക്കുന്ന സമയത്തായിരുന്നു ഫോണിന്റെ ആവശ്യം. ഇപ്പൊ അതിന്റെ ശബ്ദം കേൾക്കുന്നതിന് പേടിയാ. എന്തൊക്കെയാ വാഗ്ദാനങ്ങൾ തന്നത്? അമ്പിളിമാമനെ പിടിച്ചു തരാം, അന്റാർട്ടിക്കയിൽ കൊണ്ടുപോവാം, എവറസ്റ്റിൽ കയറ്റാം. ഒന്നും നടന്നില്ല. അതെ മോളെ, ഈ പ്രേമവും വിശപ്പും ഒരുപോലെ കിട്ടുന്നവരെ ഒരു പരാക്രമവും ആർത്തിയൊക്കെ ആയിരിക്കും. കിട്ടിക്കഴിഞ്ഞ ഇനിയിപ്പോ അത് പറഞ്ഞാ മതിയല്ലോ.